പ്രായത്തിൽ പോലുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ വരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ബാലാരിഷ്ടതകൾ, അതായത് നമ്മൾ ആദ്യത്തെ ആ കഷ്ടകാലം കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന 140 ആളുകള് വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ, നമുക്കിന്ന് വിപണിയിൽ ഒരു പ്രശ്നമില്ല, നിയമപ്രശ്നങ്ങളില്ല. ഞാൻ തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ യൂട്യൂബ് ചാനല് വഴി നിരവധി വീഡിയോസ്, 1300ഓളം വീഡിയോ, ഒരു ദിവസം ഒരു 20,000 25,000 ആളുകൾ കണ്ടുവരുന്ന വീഡിയോസ് ഞാൻ ഡെയിലി ഡൗൺലോഡ് ചെയ്തിരുന്നു. ഒരു ദിവസം 7-8 വീഡിയോ, കാരണം 1.5 വർഷം കൊണ്ടാണ് 1300 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ആ സമയത്ത് അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വരും. നിരവധി ആളുകൾ എന്നെ വിളിച്ച്, ഇത് നിങ്ങൾ ഗാംബ്ലിംഗ് ആണ് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു അറിയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസർ വരെ എന്നെ വിളിച്ചിരുന്നു. എന്റെ കംപ്ലീറ്റ് എൻ്റെ അടുത്ത് ഒരു ചെറിയ ഭീഷണി സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിർത്താനുള്ള ആക്ടിവിറ്റീസ്, പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പിൻപോട്ടായില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചാനൽ ചില കംപ്ലൈന്റിനെ ബേസ് ചെയ്ത് പൂട്ടിപ്പോവുകയുണ്ടായി. വളരെ ദുഃഖമുണ്ടായി. കാരണം ഞങ്ങൾ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഒരു വീഡിയോ, അന്ന് ഇത്രയും ഈ AI ടെക്നോളജിയോ അതിങ്ങനെ ഫെസിലിറ്റി ഒന്നും ഇല്ല. അന്ന് നമ്മൾ ഒരു വീഡിയോ എഡിറ്റർ അങ്ങനെ വളരെ കുറച്ച് സംഭവമേ ഉള്ളൂ, ഒരു 6 വർഷം മുമ്പേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ 1.5 മണിക്കൂർ എടുക്കും. അങ്ങനെ എടുത്ത ഒരു ഏകദേശം 1300 വീഡിയോസ് എൻ്റെ ചാനലും അടക്കം പൂട്ടിപ്പോയി. പക്ഷെ നമ്മൾ നിരാശരായിട്ടില്ല. കാരണം എന്താ, ഞാൻ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് തുടക്കത്തിൽ. അതിന് മുന്നേ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരുന്നു ഒരു 15 വർഷം. അപ്പൊ ആ എക്സ്പീരിയൻസ് വെച്ച്, ആ അറിവ് വെച്ച് നമ്മൾ ഗ്ലോബൽ ആയിട്ടുള്ള പല ലീഡേഴ്സ്, പല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ആയിട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂവും പല പല കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴി കണ്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് വലിയൊരു കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ്സാണ് ക്രിപ്റ്റോ കറൻസി എന്നും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു അത്ഭുതമാണെന്നും, എങ്ങനെയാണ് ഒരു ബ്ലോക്ക് ചെയിൻ നിർമ്മിക്കുന്നതെന്നും അതിന് എത്ര രൂപ ചെലവ് വരുന്നെന്നും, എത്ര ആളുകൾക്ക് അത് സാധിക്കും, എത്ര കമ്പനികൾക്ക് സാധിക്കും, ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എത്ര കമ്പനികളാണ് അതിന് മുന്നിലിരിക്കുന്നത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ലേ പേൾവൈൻ തെരഞ്ഞെടുത്തത്. ഞാൻ ഇന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നന്ദി പറയുന്നത് എനിക്ക് പേൾവൈൻ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ്. കാരണം നിരവധി യൂട്യൂബ് വഴിയും നിരവധി ആളുകൾ എനിക്ക് ലിങ്ക് അയച്ചു, നിരവധി പുതിയ ക്രിപ്റ്റോകൾ വലിയ വലിയ ഓഫറുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞ ഒരേ ഒരു കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റെഫറൽ പ്രോഗ്രാം അത് പേൾവൈൻ ആണ്, PVC മെറ്റയാണ്. അതല്ലാത്ത വേറൊരു കമ്പനി ഞങ്ങൾ തിരഞ്ഞെടുക്കില്ല. എൻ്റെ ലാസ്റ്റ് കമ്പനിയും കൂടി പേൾവൈൻ ഇന്റർനാഷണൽ ആയിരിക്കും എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ കുറെ ആൾ എന്നെ പിന്നെ വിട്ടു. ഇനി ഇയാളോട് പറഞ്ഞിട്ട് നന്നാവൂല, ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി പല കമ്പനികളുടെ പ്രൊമോട്ടർമാരും പല ഓഫറായിട്ട് വന്നിട്ട് അവരെന്നോട് വെല്ലുവിളിച്ച ആളുകൾ വരെയുണ്ട്. സാർ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് നിങ്ങൾ സാറ് 5 വർഷം 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഓരോ ദിവസവും ഞാൻ സന്തോഷവാനാണ്. കാരണം എനിക്ക് മാത്രമുള്ള അച്ചീവ്മെന്റ് ഉണ്ടായത്. നിരവധി ആളുകൾ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ എന്നെ പൊക്കി പറയുന്നില്ല, എടുത്ത തീരുമാനം ഞാൻ ഒറ്റക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതോ ഒരു ശക്തി, ഒരു പ്രപഞ്ച ശക്തി എന്നിലൂടെ നടപ്പിലാക്കിയെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടും. ദൈവം എന്ന് വേണം വിളിക്കാം, പ്രപഞ്ചത്തിന്റെ ശക്തി എന്ത് വേണമെങ്കിലും വിളിക്കാം. ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കുന്നില്ല അത് എൻ്റെ മാത്രം ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ 100 മീറ്റിംഗ് അവസാനിക്കുമ്പോഴേക്കും ഏകദേശം 11ഓളം മെറ്റാ ക്രാറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മെറ്റാ ആർമി ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് നമ്മൾ ചെയ്ത ആ ഒരു ബുദ്ധിമുട്ടൊന്നും വിപണിയിലില്ല, പ്രശ്നങ്ങളില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഒരാൾക്ക് മെറ്റാ ക്രാറ്റ് ആവാൻ സിമ്പിളാണ്. അതിന് ചില ക്രൈറ്റീരിയകൾ നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സംഭവമാണ് മെറ്റാക്രാറ്റ്. മെറ്റാക്രാറ്റിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം മെറ്റാക്രാറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റാ ആർമി ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് 1,04,000 രൂപയുടെ ഫാമിങ് കൊടുക്കുന്നുണ്ട്. വലിയൊരു കാര്യമാണ്. കാരണം 1,04,000 രൂപയുടെ ഫാമിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന 1000 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് 2,08,000 ആവുന്നുണ്ടാവും. അത് ടോപ്പപ്പ് ചെയ്ത് അദ്ദേഹം പോവുകയാണ്. അത് മാത്രം മതി ലൈഫിൽ ഒരു കുടുംബത്തിന് സെറ്റിൽ ആവാൻ വേണ്ടിട്ട്. അത്രയും വലിയ, ചെറിയതാണെങ്കിലും 1 ലക്ഷം എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണണ്ട. കാരണം അത് ടോപ്പപ്പ് ചെയ്താൽ വലിയ എമൗണ്ടിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. 3 വർഷം ചെയ്താൽ മതി.
അതുപോലെ റിവാർഡ് ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം, കാര്യമായ റിവാർഡ് ഇറങ്ങുന്ന സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ റിവാർഡ് ഇറങ്ങുന്നവർക്ക് ചെറിയ മാസങ്ങൾ കൊണ്ട് തന്നെ അത് ഡബിളാക്കാനുള്ള അവസരം കൂടി അവിടെയുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ഭാഗ്യവാന്മാരാണ് മെറ്റാക്രാറ്റയിൽ ഇരുന്ന ആളുകൾ. കാരണം അവർക്ക് നിരവധി ഓഫറുകൾ, നിരവധി കാര്യങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. കേരളത്തിന് പുറത്ത് ഒരുപാട് ഫ്രീ യാത്രകൾ ചെയ്യാനുള്ള സൗകര്യം വരാൻ പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന എക്സിബിഷൻ പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ മെറ്റാക്രാറ്റ് ലീഡേഴ്സിന് കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, അടുത്ത മാസം 5-ാം തീയതി ഊട്ടിയിൽ ഒരു പ്രൈം ലൊക്കേഷൻ, ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം, അബ്സല്യൂട്ട് ഫ്രീ ആയിട്ടുള്ള, വിത്ത് അക്കോമഡേഷൻ, 3-4 നേരത്തെ ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ഫ്രീ, അബ്സല്യൂട്ട്. അത് ട്രയൽ മാത്രമാണ്. ഇത് അവിടെ നിൽക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഇന്ന് 6 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് വേൾഡ് ഇന്റർനാഷണൽ. PVC മെറ്റയിലും 1.5 മുതൽ 2 വർഷം 3 വർഷം ആയുള്ള ആളുകളും അതേ ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വലിയൊരു പ്രോഗ്രാമായിട്ടാണ് മെറ്റാ ആർമീനെ കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഒരു 3-4 വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് കല്യാണ ബ്രോക്കർമാരാണ്, 2 ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവരാണ്, 3 ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, കണക്കുകൾ പറയുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തില്, ആളുകൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ട, അവരുടെ സമൂഹത്തില്, അവരുടെ കുടുംബത്തില്, അവരുടെ അയൽവാസികളുടെ ഇടയില്, അവരുടെ ഭാര്യ വീട്ടില്, അവരുടെ സഹോദരങ്ങളിൽ വളരെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന MLM എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, മെറ്റാ ആർമി തിരുത്താൻ പോകുന്നു. മെറ്റാ ആർമി ആരാണ് റഫറൽ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു കാലാണ് നമ്മളെ മുമ്പിൽ തന്നെ വരാൻ പോകുന്നത്. അത് ഓൾറെഡി ഒരുപാട് ആളുകൾ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് കേരളത്തില് ഒരു അത്ഭുതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിലും കേരളത്തിലെ ആളുകൾക്ക് അത്ഭുതത്തോടെ കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറുന്നുണ്ടാവും മെറ്റാക്രാറ്റ്, മെറ്റാ ആർമിയൊക്കെ. അതിന് യാതൊരു സംശയം ആർക്കും വേണ്ട. കാരണം നമ്മൾ പറയുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 6 വർഷം കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ്. മാത്രമല്ല, നമ്മുടെ സിസ്റ്റം 10ാമത്തെ വർഷമാണ് ഇപ്പൊ റണ്ണിങ്. എന്ന് വെച്ചാൽ 10 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരു സിസ്റ്റം എന്നോട് ഒരാൾ ചോദിക്കുന്നു, സാർ നിങ്ങൾക്ക് ഒരു 10 വർഷമായിട്ട് റെഫറൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ തീർച്ചയായിട്ടും പറയും. വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളുടെ ആംവേ, മോഡി കെയർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കമ്പനികൾ, ടപ്പർവെയർ ഒക്കെ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ രീതിയിൽ മാർക്കറ്റിൽ കാണിക്കാൻ പറ്റും, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള, ഡിജിറ്റൽ റിലേറ്റഡ് ഉള്ള ഒരു കമ്പനി കാണിച്ചു തരാൻ പറഞ്ഞാൽ, റെഫറൽ രീതിയിൽ കാണിച്ചു തരാൻ എനിക്ക് വേറെ കമ്പനി ഇല്ല. 10,000-കണക്കിന് കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട, നമുക്കറിയാം, കോയിൻ ചെക്കോ, കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, അതിൽ നിരവധി കമ്പനികളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് വേൾഡ് പകരം കാണിച്ചു കൊടുക്കാൻ 2ാമത്തെ കമ്പനി പോലും ഇല്ല, ഒരു സെക്കൻഡ് കമ്പനി കാണിക്കാനില്ല. അത്രയും ബൃഹത്തായ ഒരു കമ്പനിയാണ് വേൾഡ് ഇന്റർനാഷണൽ, അതുപോലെ PVC മെറ്റ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇല്ല. എന്നെ സംബന്ധിച്ചില്ല. ഞാൻ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ഞാൻ ഏകദേശം 15 വയസ്സിൽ ബിസിനസ് ചെയ്താണ്. ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലൊക്കെ ഒരുപാട്, നിരവധി 20ഓളം പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ ഒരുപാട് 10-60 സ്ഥാപനം വെച്ചിട്ട് മാർക്കറ്റിംഗ് കമ്പനി ഒക്കെ നടത്തിയൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, ഇന്ന് വേൾഡിന് പകരം കാണിക്കാൻ പറ്റുന്ന 2ാമത്തെ കമ്പനി ഇല്ല. അത് 100% സത്യമാണ്. അതിനെക്കുറിച്ച് ഡീപ്പിൽ പഠിക്കുന്ന ഒരാൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? അങ്ങനെ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ 100% സേഫായിട്ട്, സെക്യൂറായിട്ട് നമുക്ക് അടുത്ത ജനറേഷന് പാസ് ചെയ്യാൻ പറ്റുന്ന ജെന്യുൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേൾഡ് ഇന്റർനാഷണൽ മാത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അടുത്തൊരു ദിവസം നമ്മുടെ മുമ്പിൽ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം, PVC മെറ്റയുടെ വരവോടുകൂടി അന്ന് നമുക്ക് DPയുടെ ഓട്ടോപ്പോൾ 200% എല്ലാവർക്കും കിട്ടിയതാണ്. എനിക്കും കിട്ടിയിരുന്നു. 200% കിട്ടിയ സമയത്ത് അത് 800 ദിവസം കൊണ്ട് ഡബിളായിട്ട് നിങ്ങളെ വാലറ്റിൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. 200% നമുക്ക് കിട്ടിയത്, ഫ്രീ ആയി കിട്ടിയ DP കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ USDT ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നമുക്ക് ഡാനിയൽ ജോൺസനെ നമുക്ക് കണ്ടിട്ടില്ല, നമ്മളൊരു മീറ്റിംഗിൽ മാത്രമാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി നമുക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തന്നു? കാരണം അവരുടെ പ്രോഗ്രാം വലുതാണ്. നമ്മളെ ചെറിയൊരു നിസാര പൈസക്ക് വേണ്ടി നമ്മളെ 200% കിട്ടിയത് അവർക്ക് എടുത്തു കൊണ്ടുപോയുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല.
അവരുദ്ദേശിക്കുന്ന വലിയൊരു ഹിസ്റ്ററി, ഒരു ചരിത്രം ഉണ്ടാക്കാനാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 85 ലക്ഷം കമ്മ്യൂണിറ്റിനെ അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അവരെ പവറാണത്. 65 ലക്ഷം ആൾക്കാരാണ് DP പ്രോഗ്രാമിൽ ഉണ്ടായതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ രാത്രി കിടന്നുറങ്ങി രാവിലെ നോക്കൂ 20 ലക്ഷം കമ്മ്യൂണിറ്റി ആഡ് ചെയ്യപ്പെട്ടു. ബിറ്റ്കോയിന്റെ കമ്മ്യൂണിറ്റി ആയിരുന്നു 20 ലക്ഷം. അന്നാണ് നമുക്ക് തിരിഞ്ഞത് ബിറ്റ്കോയിനും PVC മെറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കാരണം 65 ലക്ഷം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തലേ ദിവസമൊക്കെ നമ്മൾ ID അടിക്കുമ്പോൾ DP ആയിട്ട് ബന്ധപ്പെട്ടുള്ള ID നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട നമ്പർ പിറ്റേ ദിവസം കാണുമ്പോൾ 20 ലക്ഷം നമ്പറുകൾ കൂടുതലാണ്. അപ്പൊ ഇതെങ്ങനെ വന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവർ ബിറ്റ്കോയിന്റെ കമ്മ്യൂണിറ്റി നിന്ന് മർജ് ചെയ്തിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. നിരവധി ബിറ്റ്കോയിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, റോത്ത്ചൈൽഡ് ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇങ്ങനെ കണ്ടെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട ലീഡേഴ്സ് ആണ് നമ്മുടെ രവികുമാർ സാറ്, നമ്മുടെ സുരേഷ് പണിക്കർ സാറൊക്കെ. അങ്ങനെ നമ്മൾ 100% നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ പേൾവിൻ ഇന്റർനാഷണൽ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, പ്രൗഡായിട്ട് പറയുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ വരുന്ന 1 വർഷം, 1.5 വർഷം, 2 വർഷം കഴിയുമ്പോൾ നിങ്ങളെ സമൂഹത്തില്, നിങ്ങളെ നാട്ടില്, നിങ്ങളെ കുടുംബത്തില്, നിങ്ങളെ തറവാട്ടില്, നിങ്ങളെ അയൽവാസികളുടെ ഇടയില്, നിങ്ങളെ ഗ്രാമത്തില് നമ്പർ 1 ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന വ്യക്തികൾ ആരും ചോദിച്ചാൽ അത് പേൾവൈനിലായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, മറ്റ് ആർമിയിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കും. ഒരു സംശയവും നമുക്ക് ആവശ്യമില്ല, വേണ്ട. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ ഇന്നിപ്പോൾ വൈകി 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. നമ്മളെ പേൾവൈനും PVC മെറ്റും അടുത്ത ഒരു കാലം, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് അപ്ഡേഷൻ ആയിട്ട് വരുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ മറ്റ് ആർമിയുടെ സ്വഭാവം കംപ്ലീറ്റ് മാറുന്നുണ്ടാവും. ലീഡേഴ്സ് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ടാവും. അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ടാവും. 85 ലക്ഷം കമ്മ്യൂണിറ്റിയിൽ ഒരു 2,20,000 ആളുകളാണ് വാലറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരും. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അതുകൂടാതെ മറ്റേ ആർമിക്ക് വലിയൊരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് അവർക്ക് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ലേണിംഗ് ചെയ്യാനുള്ള ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈൻ അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മൊഡ്യൂളൊക്കെ റെഡി ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് ടോക്കൺ ഫാമിങ്ങും സ്റ്റേക്കിങ്ങും വാലറ്റ് ക്രിയേഷൻ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുല മറ്റേ ആർമി കഴിഞ്ഞ 6-7 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതേപോലെ നമുക്കൊരു വെബ്സൈറ്റ്, ഒരു ആപ്പ്, അതുപോലെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഒരു മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ആളുകൾക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ വൈറ്റ് പേപ്പർ നമ്മൾ നോക്കിയാൽ, റോഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും മാർക്കറ്റ് പ്ലേസ് വരാൻ പോകുന്നു. അവിടെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം, അതായത് ഈ ട്രേഡിങ്ങിന് ഉദ്ദേശിക്കുന്ന നമുക്ക് വന്ന PVC മെറ്റയോ അല്ലെങ്കിൽ USDT നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പല യൂസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരം. അതുപോലെ NFT ഒരു മാർക്കറ്റ് പ്ലേസ് വരാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിന് പഠിപ്പിക്കുന്ന അക്കാഡമിയാണ് ഞാൻ പറഞ്ഞ നേരത്തെ. NFT മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് NFT വാങ്ങിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ബങ്കിയിൽ നമുക്ക് ഓൺലൈനിൽ സാധനങ്ങൾ വിറ്റുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിനെ കുറിച്ചൊക്കെ എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് മറ്റേ ആർമി. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാഷ് വിഡ്രോവൽ. എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന വരുമാനം 100 USD ആയാൽ അല്ലെങ്കിൽ 10 PVC മെറ്റായാൽ നമുക്ക് മാറിയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവരുന്ന ഒരു സംവിധാനം, അതിനെക്കുറിച്ച് വലിയ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് കിട്ടുന്ന പൈസ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ നിർബന്ധമായിട്ടും ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ് കൊണ്ടിട്ടുള്ള അഡ്വൈസ് കാര്യങ്ങൾ കിട്ടാൻ പോകുന്നു. വലിയ രീതിയിൽ വരുമാനം വാങ്ങിക്കുന്നവർക്ക് എമർജൻസി ഘട്ടത്തിൽ ലോൺ ഫെസിലിറ്റി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ നമ്മളൊരു ഫിൻടെക് കമ്പനി ആയിട്ടാണ് മറ്റേ ആർമി പോകാൻ പോകുന്നത്. അങ്ങനെ മറ്റേ ആർമിയിലെ മെമ്പേഴ്സിനെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു ലീഡറാക്കി മാറ്റാനുള്ള മുഴുവൻ പദ്ധതികളും മറ്റേ ആർമി തയ്യാറെടുത്ത് കഴിഞ്ഞ സുഹൃത്തുക്കളെ. 150 രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഫോറിൻ മണി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ ഒരു സംവിധാനം നമുക്ക് വേറെ എവിടെയുള്ളത്? 150+ രാജ്യങ്ങളിൽ അവിടുത്തെ രാജ്യത്തിന്റെ പണം നമ്മളെ ഡിജിറ്റൽ വാലറ്റിൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ക്രെഡിറ്റ് ആവുന്ന ഒരു സംവിധാനം വേറെ എവിടെയുള്ളത്? അതാണ് പേൾവിന്റെ പവർ, PVC മെറ്റയുടെ പവർ. അതുപോലെ മറ്റേ ആർമിക്ക് നമ്മുടെ മീറ്റിംഗ് പ്രൈവറ്റ് ആക്കുന്നതിനെ കുറിച്ച് വളരെ ചർച്ചയിലായിരുന്നു. ഞാൻ 3 മാസം മുമ്പേ പറഞ്ഞാണ്. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ
101ാമത്തെ ആഴ്ചയിൽ മെറ്റാ ആർമിയുടെ മീറ്റിംഗ് പ്രൈവറ്റ് ആക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് എൻട്രി കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ മെറ്റാ ആർമിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ 3 മാസം മുമ്പേ അങ്ങനെ ഒരു തീരുമാനം എടുത്താണ്. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെയാണ് 100ാമത്തെ മീറ്റിംഗ് വരെ അങ്ങനെ പോട്ടെ. 101ാമത്തെ മീറ്റിംഗ് മുതൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പ്രൈവറ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം വിപണി കംപ്ലീറ്റ് മാറാൻ പോകുന്നു. പല നെറ്റ്വർക്കേഴ്സും മുമ്പേ 30 വർഷം 20 വർഷമൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളും നമ്മളെ ഗ്രൂപ്പിൽ വരാൻ പോകുന്നു. അപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നെ മെറ്റാ ആർമി ഡിസ്കഷൻ ഗ്രൂപ്പിൽ നടക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ മീറ്റിങ്ങിന്റെ കാര്യം. നമ്മൾ പരമാവധി മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. കാരണം മീറ്റിങ്ങിന്റെ പാർട്ടിസിപ്പേഷൻ എപ്പോഴും നമ്മളെ മെറ്റാ ആർമി ടീം ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു മറക്കാതെ ഇരിക്കണം. കാരണം നമ്മൾ എപ്പോഴും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മീറ്റിങ്ങിന്റെ പാർട്ടിസിപ്പേഷൻ. കാരണം മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഒരാൾക്ക് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഇവിടെ വരുന്ന അപ്ഡേഷൻ ചിലപ്പോൾ അറിയണമെന്നേ ഇല്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്താലുള്ള ബെനിഫിറ്റ് എന്താണ്, നമ്മളിവിടെ 1 മണിക്കൂർ 1/2 മണിക്കൂർ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്താൽ നമ്മളെ ലൈഫ് സെക്യൂർ ആയി. കാരണം അത് മെറ്റാ ആർമി ഏറ്റെടുക്കും. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളെയും മെറ്റാ ആർമി ഒഴിവാക്കില്ല. അത് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് നിർബന്ധമായി പങ്കെടുക്കുക. നമുക്കിവിടെ എന്താ ചെയ്യാനുള്ളത്, ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് 20 പേരെ കൊണ്ടുവന്നാൽ നമുക്ക് വാഷ് ഔട്ട് കംപ്ലീറ്റ് ഒഴിവാകും. വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, നിരവധി ആളുകൾ വാഷ് ഔട്ടിലാണ്. അതായത് $30 $25 ഡെയിലി വാഷ് ഔട്ട് ആയി പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ട്രൈ ചെയ്ത നടക്കുന്ന കേസേ ഉള്ളൂ. കാരണം നമ്മളെ മീറ്റിംഗ് അതിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാ മീറ്റിങ്ങിലും ഒരാളെ കയറ്റിയാൽ പോലും ഒരു 30 മീറ്റിങ്ങിൽ കയറിയാൽ ഒരു 5 6 ആൾക്കാരെ കിട്ടും. തുടർച്ചയായിട്ട് മീറ്റിങ്ങിൽ ആളെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് 20 ആൾക്കാരൊന്നും ഇപ്പൊ മുമ്പാണെങ്കിൽ ടഫാണ്. ഇന്ന് പേഴ്വേയിൽ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം ഒരുപാട് ആളുകൾ. പല ആൾക്കാരും കാണിക്കുന്ന വേറൊരു മിസ്റ്റേക്ക്, നമ്മൾ ഡയറക്ടറിനെ വീണ്ടും വീണ്ടും ID നമ്മളെ തന്നെ എടുത്തടിക്കും. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് പരമാവധി പുതിയ ആളുകളെ കൊണ്ടുവരുന്നതായിരിക്കും എന്തുകൊണ്ടും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ. കാരണം പേഴ്വേന്റെ ശരിക്കും ജയിച്ചയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളതിൽ എല്ലാ തയ്യാറെടുപ്പും എടുക്കണമെങ്കിൽ ആവണമെങ്കിൽ നമുക്കത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് വരുന്ന ആളുകൾ പുതിയ ആളുകളായിരിക്കണം. അല്ലെങ്കിൽ ഒരാളെന്നെ 5 10 ID അടിച്ചു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടില്ല. നമുക്കറിയാം ഇപ്പൊ നമ്മളെ ഇതുവരെ നടന്ന പല ടീമിലെ ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റ് ഒരുപാട് ആളുകളെ കൊണ്ടുവന്നവരാണ്. ഇന്ന് മെറ്റാക്രാറ്റ് അടിച്ച 11 പേരുണ്ട്. ഈ 11 പേരും കൂടുതൽ ആളുകളെ കൊണ്ടുവന്നവരാണ്. കാരണം ഒരു ഐഡിയയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും വലിയ രീതിയിൽ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ചെയ്ത മെറ്റാക്രാറ്റ്സ് ലീഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ വരുമാനം ലക്ഷങ്ങളാണെന്ന്. 3-4 ലക്ഷങ്ങൾ കടന്നു നമ്മുടെ മെറ്റാക്രാറ്റ് ലീഡേഴ്സിന്റെ വരുമാനം. അപ്പൊ അത്രയും സാധ്യതയുള്ളതാണ്. നമുക്കറിയാം ഇന്ന് ഒരു IPS IAS ഓഫീസർക്കുള്ള ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷത്തിന് താഴെയാണ്. എത്ര വർഷം പഠിക്കണം, അത് മാത്രമല്ല എത്ര ജോലി ചെയ്യണം, എത്ര ഹൈ റിസ്ക്, എന്തൊക്കെയുണ്ട്, ടെൻഷൻ ഉണ്ട്. പദവിയെല്ലാം നല്ലതാണ്, ഒരിക്കലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞില്ല. ആ ഇൻകം കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഒരിക്കലും ഒരു ആ ഒഫീഷ്യല് കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. അതൊരു പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. എങ്കിൽ കൂടി ഞാൻ പറയുന്ന ആ ഒരു വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു കുറച്ച് സമയം മാറ്റിവെച്ച് മീറ്റിങ്ങിലേക്ക് ഇൻവിറ്റേഷൻ ചെയ്ത് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല എനിക്ക് വീണ്ടും പറയാനുള്ളത്, എന്തായാലും വളരെ വളരെ സന്തോഷം. കാരണം നമ്മളെ പാർട്ടിസിപ്പേഷൻ ഇന്ന് 164 പേരുണ്ട്. തീർച്ചയായിട്ടും വേറെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം മെറ്റാക്രാറ്റ് പദവിയിലേക്ക് നിരവധി ആളുകൾ വരും. ഒരു സംശയം വേണ്ട. കാരണം എന്താ അറിയോ, നമ്മൾ വെറും 90 ദിവസം കൊണ്ടാണ് 11 ആളുകൾ മെറ്റാക്രാറ്റ് ആയി. വെറും 90 ദിവസമേ ഉള്ളൂ. 3 മാസം കൊണ്ട് മെറ്റാക്രാറ്റ് ആയിരിക്കുന്നു പല ആളുകളും. നമ്മളെ ഗ്രേറ്റ് ലീഡർ സുനീഷ് എടപ്പാൾ സാറ് ട്രിപ്പിൾ മെറ്റാക്രാറ്റ് അടിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയുടെ ഫ്രീ ഫാമിംഗ് കിട്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം അത് ഡബിളായി വന്നാൽ 6 ലക്ഷം രൂപയിൽ കൂടുതൽ. അത് മാത്രം ഫ്രീ ആയിട്ടുള്ള വരുമാനമാണ് സാറേ. അത്രയും സാധ്യതയുള്ള ഈ ബിസിനസ്സിനെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് ഇതിനു വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റിവെച്ച്
ഒരു വർഷം നമ്മളെ ഈ ഗ്രൂപ്പിൽ സജീവമായി നിന്നാൽ തീർച്ചയായും നമ്മളെ ഓരോരാളുടെ വീട്ടിലും ഫോറിൻ മണി ഉണ്ടാവും, ലക്ഷക്കണക്കിന് രൂപയുണ്ടാവും. ഇന്ന് നമുക്ക് 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം നമ്മളെ ലീഡേഴ്സിന്റെ, നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് എല്ലാ ദിവസവും സുഹൃത്തുക്കളെ.